അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മൾ മഗ്ഫിറത്തിന്റെ 10ലേക്ക് കടന്നുവല്ലോ. ഈ 10 ദിവസം അല്ലാഹു ജല്ല ജലാല് നമ്മുടെ പാപം പൊറുക്കാൻ പ്രത്യേകമായ ഒരു സന്ദർഭം വെച്ചതാണ്. മനുഷ്യൻ എന്ന നിലയിൽ അമ്പിയാക്കളല്ലാത്തത് കൊണ്ട് തെറ്റുകൾ വരാൻ ധാരാളം സാധ്യതയുള്ളതാണ്. അള്ളാഹുവിലേക്ക് എത്ര കണ്ട് അടുക്കുന്നുവോ അത്ര കണ്ടും തെറ്റുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തെളിയിച്ചു പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളൊക്കെ ശുക്ർ ചെയ്യൽ കുറഞ്ഞു പോയാൽ വരെ പാപമോചനം നടത്തുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അഖർബിന് യസാറിൽ മുസ്നി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹൻ നാസു തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറുഹു ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുക. കാരണം ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി കാണാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്തിയതും പിന്തിയതുമായ പാപം പൊറുക്കപ്പെട്ടിരിക്കെ എന്തിനാണ് ഈ പാപമോചനം നടത്തിയത് എന്ന്. അതിന് 4 കാരണങ്ങളാ പറയുന്നത്. ഒന്ന്, ഉമ്മത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി, തൗബ മനസ്ഥിതി ഉമ്മത്തിന്റെ മനസ്സിൽ കുറിച്ചിടാൻ വേണ്ടിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ ചെയ്തത്. അല്ലാഹുമായുള്ള ആ അടുത്ത ബന്ധം ഉബൂദിയത്തിന്റെ കമാലിയത്ത് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടിമയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴും അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതും ഉമ്മത്തിന് പ്രചോദനം തന്നെയാണ്. മൂന്നാമതായി, അള്ളാഹുമായുള്ള ആ സുദൃഢമായ ബന്ധം, ഒരിക്കലും കുറഞ്ഞു കാണാൻ കഴിയാത്ത അത്രമാത്രം അടുത്ത ബന്ധം അള്ളാഹുമായി കാത്തു സൂക്ഷിക്കുമ്പോൾ ആ ഒരു അടുപ്പത്തിനനുസരിച്ച് എപ്പോഴും പാപമോചനത്തിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന അപേക്ഷയാണത്. ഇത് ഉമ്മത്തിന് പ്രചോദനമാണ്. 4ാമത് പറഞ്ഞത്, അള്ളാഹു ചെയ്തു തന്ന നിയാമത്തുകൾക്ക് ശുക്ർ ചെയ്യൽ നിർബന്ധമാണല്ലോ. അതിൽ വല്ല കുറവും വന്നിട്ടുണ്ട് എങ്കിൽ അതിനും പൊറുക്കലിനെ തേടുകയാണ്. ഇതും ഉമ്മത്തിന് പ്രചോദനമാണ്. ജീവിതത്തിൽ നിലനിർത്താനും കൊണ്ടു നടക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനയിൽ നിന്ന് ഈ മഹത്തായ സരണിയിൽ പ്രവേശനം നേടിയ ആളുകൾക്കൊക്കെ രാവിലെയും വൈകുന്നേരവും ഇസ്തിഗ്ഫാറുണ്ട്. നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹു എല്ലാവരുടെയും വക്കിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദർജ അള്ളാഹു ഉയർത്തട്ടെ. ആ ഖദമിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ പരിശുദ്ധമായ റമളാനിന്റെ ഉത്തഖായിൽ അള്ളാഹു അവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീമീൻ. വാഖിർ